IT ജോബ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്താ പണി? വെറുതെ സിസ്റ്റത്തിന് മുന്നിൽ ഇങ്ങനെ ഇരുന്നാൽ പോരെ, കുത്തിയിരുന്നാൽ പോരെ, പിന്നെ AC ക്കകത്തായിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ശരിയാണ്, AC ക്കകത്ത് തന്നെ ഇരിക്കുന്ന ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നല്ല സുഖം തോന്നും. ഈ AC ക്കകത്ത് ഇരുന്ന് വൈറ്റമിൻ D കുറയും. വൈറ്റമിൻ D കുറയുമ്പോൾ വൈറ്റമിൻ C കുറയും. അതിൻ്റെ കൂടെ ബാക്കിയുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും കുറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. പിന്നെ രാവിലെ മുതൽ 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെയാണ് നമുക്ക് വർക്ക് ഉണ്ടാവുക. ഇതിൽ ആകെ 1-1.5 മണിക്കൂറായിരിക്കും നമുക്കൊരു ഫ്രീ ടൈം. ബാക്കി 9 മണിക്കൂറും ഈ സിസ്റ്റത്തിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നട്ടെല്ലിൻ്റെ പ്രശ്നം പറ്റും, കഴുത്തിന് പ്രശ്നം പറ്റും, തലക്ക് പ്രശ്നം പറ്റും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പോരാത്തതിന് സ്ട്രെസ്സ് വേറെ, മെൻ്റൽ സ്ട്രെസ്സ് വേറെ. പിന്നെ ഈ മേലുള്ള നമ്മളൊരു വർക്ക് ഇതാക്കുമ്പോൾ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ സ്പ്രിൻറ്റിനുള്ളിൽ നമുക്ക് അസൈൻ ചെയ്ത ടാസ്ക് മുഴുവൻ നമ്മൾ ചെയ്യണം. അതിൻ്റെ സ്ട്രെസ്സ് വേറെ. ഇത് ടൈമിൽ തീർത്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ആൻസർ പറയണം. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഈ IT ജോബ്. എന്നെ അറിയുന്ന റിലേറ്റീവ്സും എൻ്റെ അടുത്ത റിലേറ്റീവ്സൊക്കെ എന്നോട് പറയും, വെറുതെ ഇരുന്നാൽ പോരെ സിസ്റ്റത്തിന് മുന്നിലേ, എന്താ ഇപ്പോൾ പ്രശ്നം? ഈ ഇരിക്കുന്നത് അത്ര സുഖമൊന്നുമല്ല. 1-2 ദിവസം നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ സുഖം ഉണ്ടാവും. മാസങ്ങളും വർഷങ്ങളോളം ഒന്ന് ഇരുന്ന് നോക്കണം. നടുവേദന, ആ വേദന, ഈ വേദന, അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കാശ് ഉണ്ടാവുമായിരിക്കും, അത്യാവശ്യം കാശ്. എന്നാലും എല്ലാ IT-ക്കാർക്കും ഒരുപാട് കാശ് വരുന്ന ആൾക്കാരൊന്നുമല്ല. നല്ല കഷ്ടപ്പെട്ടിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. പിന്നെ കോമ്പറ്റീഷൻ വേറെ. ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു കാര്യമോ മാത്രം പഠിച്ചാൽ പോരാ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കമ്പനി പ്രയോറിറ്റൈസ് ചെയ്യാൻ ആ ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കും നമ്മൾ ഒരു മുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കണം. കോമ്പറ്റീഷൻസ് വേറെ. ഒരാളത് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിലേക്കുള്ള കമ്പനിയുടെ ഫോക്കസ് കുറയും. അപ്പം നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല കഷ്ടപ്പാടാണ് ഈ ഇതിൽ പിടിച്ചു നിൽക്കാൻ. അതുകൊണ്ട് ഇനി മേലാൽ IT ഫീൽഡ് നല്ല സുഖമല്ലേ, വെറുതെ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നാൽ പോരെ, AC ക്കകത്തിരുന്നാൽ പോരെ. AC ക്കകത്തിരിക്കുന്ന ഒരു സുഖം മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചാൽ നന്നായിട്ട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും, മെൻ്റൽ സ്ട്രെസ്സ്, കോമ്പറ്റീഷൻസ്, പ്രഷർ, എല്ലാതും സഹിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇതിന് 3/4 ഭാഗം നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ചിലവാക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ സ്വന്തമായി ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഉണ്ട് എന്ന് മാത്രം, മറ്റുള്ളവരുടെ കൈ നീട്ടാതെ. അതിപ്പോൾ ഈ ജോലിക്ക് എന്നല്ല, ഏത് ജോലിക്കായാലും നമ്മൾ സ്വന്തമായി നയിച്ചിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യുമ്പോഴൊരു സുഖം, മനസുഖം, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അത് ചിലപ്പോൾ അറിയാത്തവർക്ക് അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വെറുതെ ഇരുന്നാൽ പോരെ, നല്ല എന്താ ഹൈഫൈ ഏതെങ്കിലും ആളെ കല്യാണം കഴിച്ചാൽ പോരെ, നല്ല എന്താ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാശുള്ള ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയാൽ പോരെ. പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ അതൊക്കെയാണ്. അവർ പക്ഷെ അങ്ങനത്തെ സുഖം മാത്രം നോക്കി ഭർത്താവിൻ്റെ കാശ് എന്താ പറയുക പിഴിഞ്ഞ് അത് ഊറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായിരിക്കും സുഖം. പക്ഷെ സ്വന്തമായി ഏണിച്ച് സ്വന്തം കാലിൽ നിന്ന് എത്ര കുറച്ച് കാശായാലും കിട്ടുന്ന കാശിൽ അഭിമാനം കൊള്ളുന്ന ഒരു സ്ത്രീക്ക് അതാണ് അവരുടെ സുഖം. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ അവർ തയ്യാറായിരിക്കും. ഇത് വെറുതെ അങ്ങോട്ട് സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് തല പുണ്ണാക്കി ആലോചിച്ചുണ്ടാക്കിയിട്ട് കോഡിങ് ചെയ്ത് ഓരോ കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവരണം. അതിന് ചിലപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ കിട്ടിയാലും ചിലപ്പം കിട്ടൂല. ചിലപ്പം എന്തെങ്കിലും എറർ കൊണ്ട് ചെറിയ ലോജിക്ക് കൊണ്ട് നമ്മൾ ദിവസങ്ങളോളം പണി മുടങ്ങി കിടക്കും, അങ്ങോട്ട് മൂവ് ആവാൻ പറ്റാതെ. അപ്പോഴേക്കും ചോദ്യങ്ങളാവും, ഇതെന്തുകൊണ്ടത് തീരാത്ത, അതെന്താ തീരാത്ത, ഇതെന്താ തരാത്ത. ചെറിയ കാര്യങ്ങളെ കൊണ്ട് ചിലപ്പം വലിയ കാര്യങ്ങൾ 1-2 ദിവസങ്ങൾ കൊണ്ടും തീരും. ഇത് നമ്മൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങളാണ്, ഓരോ കോഡിങ് ഇങ്ങനെ വെച്ച് അടുക്കി പെറുക്കി ഉണ്ടാക്കി ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോജിക്കലി ചിന്തിച്ച് നമ്മൾക്ക് ചിലപ്പം ഉറങ്ങുമ്പോൾ പോലും കോഡിങ് ഇതായിരിക്കും ചിന്തിക്കുക, മനസ്സിലുണ്ടാവുക. അതൊരു പ്രോഗ്രാമർക്ക്, ഒരു ഡെവലപ്പർക്ക് അത് മനസ്സിലാവും. ചിലപ്പം കിടന്നുറങ്ങുമ്പോൾ പോലും കോഡിങ് കിട്ടിയിട്ടില്ല, ശരിയായിട്ടില്ല, പ്രഷർ, അല്ലെങ്കിൽ മറ്റന്നാളെ വർക്ക് സബ്മിറ്റ് ചെയ്യണമല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ആ കോഡിങ് അതെങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവുമോ, അത് അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇത് ആലോചിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നത് പോലും, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലും അതിനൊക്കെ സംബന്ധിച്ചിട്ടായിരിക്കും. അപ്പോൾ വെറുതെ ഒന്നും അറിയാതെ ഇങ്ങോട്ട് പറയരുത്.